ഈ റോഡ് ക്രോസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു ചെറിയൊരു സംഭവം പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാ. കുറച്ച് വന്ന് ഉപകാരപ്പെടട്ടെ എന്നുള്ള രീതിയിൽ. നമ്മളൊക്കെ ഡ്രൈവർമാരാണ്. പല സമയത്തും നമ്മൾ വണ്ടി ഓടിക്കുന്നത് ലൈറ്റ് ഇല്ലാത്ത ഏരിയയിലായിരിക്കാം. ലൈറ്റ് ഉണ്ടാവും, വണ്ടിയുടെ ലൈറ്റ് ഉണ്ടെങ്കിൽ പോലും അധികം വൃട്ടായി കഴിഞ്ഞാൽ പരമാവധി നമുക്ക് ആ ശ്രദ്ധയിൽ പെടാറില്ല. ഒന്നാമത് അബായ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് റോഡ് ക്രോസ് ചെയ്യുന്ന ആൾക്കാരാണ് എങ്കിൽ സാധാരണ നമ്മൾ ഇന്നലെ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ നമ്മൾ വണ്ടി പോയിക്കൊണ്ടിരിക്കുക, നമ്മളിവിടെ ടൗണാണ്. അത് കഴിഞ്ഞ് കുറച്ചപ്പുറത്തേക്ക് ലൈറ്റ് സാധാരണ ഉണ്ടാവലുണ്ട്. ഇന്നലെ ഇപ്പം എന്തായി, ഉണ്ടായിട്ടില്ല, ആ ഭാഗത്ത് ലൈറ്റ് ഉണ്ടായിട്ടില്ല. അപ്പം നമ്മൾ 3 ട്രാക്കേ ഉള്ളൂ, ചെറിയ റോഡാണ്, 3 ട്രാക്കേ ഉള്ളൂ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രാത്രി സമയങ്ങളിൽ ഫുള്ള് വണ്ടി, അതേപോലെ മധുപൂത്ത സ്കൂട്ടർ, ആ സംഭവമൊക്കെ ഫുൾ എൻജോയ്മെന്റ് ചെയ്യുന്ന സമയങ്ങളാണ്. അപ്പോൾ ഇന്നലെ അൽഹംദുലില്ലാ നമ്മളെ വണ്ടി, അതിന് പുറമെ വേറൊരു വണ്ടി ബാക്കിൽ ഉണ്ടായിട്ടുള്ളൂ, പിന്നെ വേറൊരു വണ്ടി. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റോഡ് ക്രോസ് ചെയ്ത് ഡ്രസ്സ് അബായ അതിട്ടിട്ടാണ് അവർ ക്രോസ് ചെയ്യണത്. ലൈറ്റ് ഇല്ലാത്ത ഏരിയ ആയതുകൊണ്ട് നമുക്ക് ശ്രദ്ധയിൽ പെടും ചെയ്യില്ല. അപ്പോൾ തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കും പോകും, അവർക്കും പോകും. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർക്ക് ചെറിയൊരു ഇൻഫർമേഷൻ എന്താ തരാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പരമാവധി റോഡൊക്കെ രാത്രി സമയങ്ങളിൽ നിങ്ങൾ റോഡൊക്കെ ക്രോസ് ചെയ്യുന്ന ആൾക്കാരാണ് എങ്കിൽ നിങ്ങൾ എന്താക്കുക, നിങ്ങളെ ഫോണിൽ ഫ്ലാഷ് ഉണ്ടാവും. ആ ഫ്ലാഷ് എടുത്തിട്ട് നിങ്ങൾ പരമാവധി കാണിച്ചു തരാം. ഈ ഫ്ലാഷ് എടുത്തിട്ട് നമ്മൾ നടന്നു പോണ ഏരിയക്കല്ല, നമ്മൾ നടന്നു പോകുന്ന വഴിക്കല്ല ഫ്ലാഷ് അടിക്കേണ്ടത്. നമ്മൾ ക്രോസ് ചെയ്യണത് 1 വേ ആയിക്കോട്ടെ, 2 വേ ആയിക്കോട്ടെ. 2 വേ ആണെന്നുണ്ടെങ്കിൽ പരമാവധി ശ്രദ്ധിക്കുക. 1 വേ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഈ ഫ്ലാഷ് ഇല്ലേ, ഇതിലെ വരുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അവർക്കൊന്ന് ഫ്ലാഷ് അടിച്ചിട്ട് ഒന്ന് ഇത് പറഞ്ഞു കൊടുക്കുക, നമ്മളെ സിഗ്നൽ കൊടുക്കുക, നടക്കുന്ന ആൾക്കാരുടെ സിഗ്നൽ കൊടുക്കുക. ഇനി ആ ഫ്ലാഷ് ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പുറമെ എന്താക്കുക, ആൻഡ്രോയിഡ് ആയിക്കഴിഞ്ഞാലും ഐഫോൺ ആയിക്കഴിഞ്ഞാലും നമുക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ലൈറ്റ്, അതേപോലെ തന്നെ പോലീസ് ആയൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ലൈറ്റ് കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ഇരുട്ടാണെന്നുണ്ടെങ്കിൽ കൂടുതൽ കാണാൻ പറ്റും. ഇതൊരു മിനിറ്റ്, ഒരു പരസ്യം ഉണ്ട്, അതങ്ങോട്ട് കഴിയട്ടെ. അപ്പോൾ അങ്ങനത്തെ സമയങ്ങളിൽ ഇങ്ങനത്തെ ഒരു ആപ്ലിക്കേഷനൊക്കെ ഡൗൺലോഡ് ആക്കി കഴിഞ്ഞാൽ, ആപ്പിൻ്റെ പ്രൊമോഷൻ ഒന്നുമല്ല, അവനാൻ്റെ തടിക്ക് വേണ്ടിയിട്ടുള്ള കാര്യം പറയുന്നതാണ്. അപ്പോൾ ഈ ഒരു ലൈറ്റ്, ഈ ലൈറ്റ് അല്ല, ഈ ലൈറ്റ് മാറിയിട്ടും ഓരോരോ ആപ്ലിക്കേഷനിൽ പല രീതിയിലായിരിക്കാം. ഇങ്ങനത്തെ ഒരു ലൈറ്റ് എന്ന് പറയുമ്പോൾ കളർ കൂട്ടാനും കുറക്കാനൊക്കെ പറ്റും. ഇത് നിങ്ങൾ വരുന്ന വണ്ടി ഉണ്ടല്ലോ, ആ വരുന്ന വണ്ടിക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നടന്ന് നിങ്ങൾ പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇത് ഇങ്ങനെ കൈകൊണ്ട് പിടിക്കണോ, വല്ല കുഴപ്പമുണ്ടോ? അപ്പം ഇങ്ങനെ പിടിച്ചിട്ടൊന്ന് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വരുന്ന വണ്ടിക്കാരനക്കും ഒരു സിഗ്നലാവും. ഈ റോട്ടിൽ കൊടുക്കുന്ന സിഗ്നലിൻ്റെ അത്ര അല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിലിരിക്കുമ്പോൾ അവർക്ക് ഏകദേശം ബ്രേക്ക് ചവിട്ടാനുള്ള ഏരിയ, അതൊന്ന് ശ്രദ്ധിക്കുക. എവിടെ ഈ ഒരു കളറോ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ ഫ്ലാഷ് ഉണ്ടല്ലോ, ഈ ഫ്ലാഷ് ആ വണ്ടിക്കാരൻ്റെ സൈഡിലേക്ക് അടിക്കുക. ആ വണ്ടിക്കാരന് ഇനിയിപ്പോൾ 2 ആയിക്കോട്ടെ, അത് കഴിഞ്ഞാൽ ഇപ്പുറത്തേക്ക് അടിക്കുക. ഓക്കെ, അങ്ങനത്തെ ഒരു സിഗ്നൽ നിങ്ങൾ ആദ്യം കൊടുക്കുക. അപ്പോൾ അത് ശ്രദ്ധിക്കുക പരമാവധി. അപ്പോൾ ആ ചെറിയൊരു വീഡിയോ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻ്റ് അടിക്കുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക്